ഈ പറഞ്ഞൊരു സ്പൈക്കിന് എന്താണ് വില എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എന്നെ കൊണ്ട് പറ്റുന്നൊരു ചെറിയൊരു സംഭവം, അതൊരു സമ്മാനമായിട്ട് എൻ്റെ ഒരു സന്തോഷമായിട്ട് മാത്രം അങ്ങനെ വിചാരിച്ചാൽ മതി. മോളെ നന്നായിട്ട് വരിക. ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ കണ്ടില്ലേ, ഈ പുറകെ നിന്ന് ഇങ്ങനെ ഇടിച്ച് മുന്നോട്ട് കയറിയെന്നില്ലേ, അതുപോലെ ഇനി മുന്നോട്ട് ജീവിതത്തിൽ നന്നായിട്ട് വന്നാൽ മതി. എനിക്കത് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴും. അപ്പോൾ ഞാൻ പറയും, എനിക്കിതൊരു പബ്ലിസിറ്റിയോട് എനിക്ക് ഒരു താല്പര്യമില്ല സീരിയസ്ലി. ഈ നമ്മൾ രാവിലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് നമ്മൾ റിനിയയുടെ ഒരു സ്റ്റോറി, അതായത് സീനിയർ പെൺകുട്ടികളിൽ 3000 മീറ്ററിൽ സ്വർണം നേടി, 1500 മീറ്റർ വെള്ളി നേടി, പിന്നീട് ഇന്ന് രാവിലെ ക്രോസ് കൺട്രിയിൽ കൂടി സ്വർണം നേടി ഇനിയുടെ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. 13 വയസ്സുകാരിയാണ്, പക്ഷെ മത്സരിക്കുന്നത് സീനിയർ വിഭാഗത്തിലാണ്. പെൺകുട്ടിയുടെ വാർത്തയറിഞ്ഞ് നമുക്ക് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ പെൺകുട്ടി ഈ സ്വന്തമായി സ്പൈക്സ് ഒക്കെ ഇല്ലാതെയാണ് ഈ മത്സരത്തിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ ഈ വാർത്ത കണ്ട് നമ്മളോടൊപ്പം ഒരാൾ ബന്ധപ്പെട്ടിരുന്നു. സിനിമാ നടനായ ജിബിനാണ് നമ്മളെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് ജിബിൻ തന്നെ പറയാം, എങ്ങനെയാണത്? അല്ല, വളരെ യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്ത് കണ്ടു. ഞാൻ ഒരു സ്പോർട്സ് പ്രേമിയാണ്. സോ ഇങ്ങനെ എന്ത് കണ്ടാലും ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടി, കുറേ വലിയ പിള്ളേർ, അവരൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് ഇങ്ങനെ കയറി വരുന്നൊരു സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫീലായി പോയി. അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് കേട്ടപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതിൽ പറയുന്നത് ഇങ്ങനെ. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ പറയില്ലേ, ഈ പ്രത്യേകിച്ച് ഇതെനിക്ക് ഞാൻ ജിബിൻ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജിബിൻ്റെ മുഖം പുറത്ത് കാണിക്കരുത്. പിന്നെ മഹേഷ് ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജിബിനെ ഒന്ന് ക്യാമറയ്ക്ക് മുൻപിൽ നിർത്താം, ഒരു കാണുന്നവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് നമ്മളിങ്ങനെ ജിബിനെ ക്യാമറ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ജിബിൻ ഒരിക്കലും ക്യാമറ മുമ്പിലേക്ക് തന്നെ കാണിക്കരുതെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായാലും ജിബിൻ ഇനിയൊക്കെ ഒരു ചെറിയ സമ്മാനം നൽകും, അത് നമുക്ക് കൊടുക്കാം. ഈ പറഞ്ഞൊരു സ്പൈക്കിന് എന്താണ് വില എന്ന് നോക്കിയിട്ട് അതിൻ്റെ എന്നെ കൊണ്ട് പറ്റുന്നൊരു ചെറിയൊരു സംഭവം, അതൊരു സമ്മാനമായിട്ട് എൻ്റെ ഒരു സന്തോഷമായിട്ട് മാത്രം അങ്ങനെ വിചാരിച്ചാൽ മതി. മോളെ നന്നായിട്ട് വരിക. ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ കണ്ടില്ലേ, ഈ പുറകെ നിന്ന് ഇങ്ങനെ ഇടിച്ച് മുന്നോട്ട് കയറിയെന്നില്ലേ, അതുപോലെ ഇനി മുന്നോട്ട് ജീവിതത്തിൽ നന്നായിട്ട് വന്നാൽ മതി. എനിക്കത് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴും. അപ്പോൾ ഞാൻ പറയും, എനിക്കിതൊരു പബ്ലിസിറ്റിയോട് എനിക്ക് ഒരു താല്പര്യമില്ല സീരിയസ്ലി പറയാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പം ആ സമയത്ത് പരിശീലകനോട് കൂടി നമുക്ക് ചോദിക്കാം. സാറേ, അപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ, കുഞ്ഞുകുട്ടിയാണ്, വലിയ പ്രതീക്ഷയോടെ വന്നതാണ്, വലിയ ആളുകളോടൊപ്പം മത്സരിച്ച് ജയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ മുൻപോട്ട് വരുന്നു, അപ്പോൾ എന്ത് തോന്നുന്നു? 13 വയസ്സായ ഒരു കുട്ടി 19 വയസ്സ് താഴെയുള്ള കുട്ടികളോടൊപ്പം മത്സരിച്ചുകൊണ്ട് ഇത്രയും വലിയ വിജയം ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നേടുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം വരുന്ന ഒന്നാണ്. പക്ഷേ ആ കുട്ടിയുടെ കഷ്ടപ്പാടും വേദനകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതും ഒരുപാട് പേർക്ക് ആ വേദനയിൽ പങ്കുണ്ടെന്ന് മീൻസ് ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് ഇങ്ങനെ ആയല്ലോ എന്നുള്ള മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ വന്ന് ആ കുട്ടിക്ക് എന്താണ് ആവശ്യം? ഒരു നല്ലൊരു സ്പൈക്സ് വേണം. എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 14,000 രൂപ വില വരും. നൈക്കിൻ്റെയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞതാകെ ഉള്ള കാര്യം, ഞാനിതിൽ വരാൻ പാടില്ല, ഞാൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇവിടെ തീർച്ചയായിട്ടും വരണം. മീഡിയാസിൻ്റെ റിപ്പോർട്ടർമാരും പറഞ്ഞു വരണം എന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രം ആ പാവം വന്നതാണ്. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം അതില്ല. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്ന് വന്ന് ഇതുപോലെ കഷ്ടപ്പാടുകൾ നേടുമ്പോൾ ദൈവം ഇതുപോലുള്ള നല്ല മനസ്സുള്ള ആളുകളെ ഞങ്ങളോട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ സ്പൈക്സിനേക്കാളും വലിയ മൂല്യം അവിടെ ആ നല്ല മനസ്സിന് മുമ്പിൽ ഞങ്ങൾക്ക് അവരെ പോലെയുള്ള നല്ല മനസ്സുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ജിബിൻ്റെ തന്ന ആ ഐശ്വര്യമുള്ള സ്പൈക്സ് ധരിച്ചുകൊണ്ട് ഞങ്ങൾ ദേശീയ മീറ്റിലും സംസ്ഥാന മീറ്റിലും മെഡൽ നേടുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ചാനലിലൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിലെന്നും കാലം എത്രയുണ്ടോ അത്രയും കാലം ഞങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. കാരണം ആപത്ത് ഘട്ടത്തിൽ വന്ന് ഞങ്ങളെ ഒരു ദൈവത്തെ പോലെ വന്ന് ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അതാണ് പറളി. എന്ത് തോന്നുന്നു? ഒരു പുതിയ സ്പൈക്സ് ഒക്കെ ഇട്ടാണ് നമ്മൾ ദേശീയ മീറ്റിൽ ഓടാൻ പോകുന്നത്. അപ്പോൾ ജിബിൻ ചേട്ടനോട് എന്താണ് പറയാനുള്ളത്? ജിബിൻ ചേട്ടനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടല്ലേ? ജിബിൻ ചേട്ടനോട് എന്താ പറയാനുള്ളത്? സന്തോഷമായി, വളരെയധികം സന്തോഷമായി. താങ്ക് യു. ഇനി അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളല്ല, നമ്മളോട് സംസാരിക്കുമ്പോഴും ഇനി അധികം സംസാരിക്കുന്ന ആളല്ല. ഏതായാലും വളരെയധികം സന്തോഷം. ഇങ്ങനെ ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലും. ജിബിൻ്റെതൊരു പുതിയ സിനിമ കൂടി പുറത്തു വരുന്നുണ്ട്, അത് സസ്പെൻസ് ആണല്ലേ? അതെ, ജയസിറ എന്നത് എൻ്റെ ഒരു
സിനിമ വരുന്നുണ്ട്, 31-ന് റിലീസാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനിടെ പറയുന്നത് ശരിയാണെന്നല്ലോ, ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നല്ലേ ഉള്ളൂ. പ്രണവ് മോഹൻലാലാണ് ലീഡ്. നമ്മുടെ ബ്രഹ്മയുഗം ചെയ്ത രാഹുൽ സദാശിവനാണ് ഡയറക്ടർ. എല്ലാവിധ ആശംസകളും ഇനി ഒട്ടേറെ നന്മകൾ ചെയ്യാൻ ജിബിന് പറ്റട്ടെ. മഹേഷേട്ടാ, ഒറ്റ കാര്യം ഇപ്പോൾ നമ്മൾ ജിബിൻ മുൻപോട്ട് വരരുതെന്നാണ് ജിബിൻ പറഞ്ഞത്, ജിബിനെ കാണിക്കരുതെന്ന്. പക്ഷേ നമ്മൾ ജിബിനെ കാണിച്ചത് ഇത് കൂടുതൽ ആൾക്ക് പ്രചോദനമാകാൻ വേണ്ടി മാത്രമാണല്ലോ. നമ്മൾ ജിബിൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു കാരണവശാലും കാണിക്കരുത്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യായിരുന്നു, നമുക്ക് പുറകിൽ നിന്ന് ക്യാമറ വെച്ചെടുക്കാം, മുഖം കാണിക്കണ്ട, പക്ഷേ എങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുഖം കാണണം. കാരണം വേറെ ഒന്നുമല്ല, ഇനിയുടെ കഷ്ടപ്പാട് നമ്മൾ ഓരോ സ്റ്റോറി ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വലിയ കഴിഞ്ഞ ദിവസം നമ്മൾ ആദർശിൻ്റെ സങ്കടം നമ്മൾ ചെയ്ത പോലെ അതുപോലെ തന്നെ നമുക്ക് സങ്കടമുള്ള ഇനിയെ ഓടുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നും. കാരണം കുട്ടി അത്രയും വലിയ ആളുകൾക്കിടയിൽ എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു ഓട്ടപ്പാച്ചിലാണല്ലോ. അപ്പോൾ അത് സക്സസ് ആകുമ്പോൾ കൂടെ കൈപിടിക്കാൻ ആളുകളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആങ്കർ ധന്യയാണ് വിളിച്ച് പറയുന്നത്. ജിബിൻ വിളിച്ച് സുഹൃത്താണ് ധന്യ വിളിച്ചിട്ടാണ് പറയുന്നത്. ജിബിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പൈക്സ് വാങ്ങിക്കാൻ എത്ര രൂപയാണോ അത് എത്രയായാലും ഞാൻ കൊടുത്തോളാം എന്നാണ്. ഭയങ്കര സന്തോഷം തോന്നി. ഇതിൻ ആ സ്റ്റോറി ചെയ്യാൻ പറ്റിയതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഏതായാലും ഇനി ദേശീയ മീറ്റിലേക്ക് പോകുമ്പോൾ വലിയ മെഡലുകളുമായാണ് വരും. അന്ന് ജിബിനെ സന്തോഷിക്കുകയും ചെയ്യാം. ഏതായാലും സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1.